നമ്മൾ വേറൊരു സ്പെഷ്യൽ സാധനം അത് വളരെ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്വിഗ്ഗി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ്. അതുള്ളതാണോന്നറിയാൻ വേണ്ടിയിട്ട് പോവാം, നോക്കാം. ഡിന്നറെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. എന്തെങ്കിലും ഡെസേർട്ട് എന്തെങ്കിലുമൊക്കെ സ്വിഗ്ഗിയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടത്. വി ഗോട്ട് ടു എക്സൈറ്റഡ് ആൻഡ് അത് ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒറ്റ മൈൻഡിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ്. കസിൻസിൻ്റെ കൂടെ ഇറങ്ങിയത്. ആൻഡ് അവിടെ ഒരു കുറച്ചധികം ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എത്താനായിട്ട്. ഉള്ളതാണ് ഗൈസ്, ഉള്ളതാണ്. ഈ സിമ്പിള് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ക്ലോസ് ലുക്ക് 7-Eleven മുംബൈ. തായ്ലൻഡ് പോയ സമയത്ത് അവിടുത്തെ സൈറ്റ് സീയിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടെ എക്സൈറ്റിങ് 7-Eleven വിസിറ്റ്സ് ആയിരുന്നു. അവിടെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല സാധനങ്ങൾ. കണ്ട സ്ഥലത്തൊക്കെയും 7-Eleven സ്റ്റോഴ്സ് മസ്റ്റാണ് അവിടെ. അത് മുംബൈയിൽ, അതും ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു ഗോ. ഇവിടെ പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മുടെ യൂഷ്വൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവുന്ന പോലെയൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ ചില ഐറ്റംസ് മാത്രമാണ് പ്രത്യേകം 7-Elevenൽ കിട്ടുന്നത്, ലൈക്ക് മറ്റെങ്ങും അധികം കാണാത്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൺലൈൻ വായിച്ചത് റിലയൻസ് ആയിട്ടാണ് ഇവർ പാർട്ട്ണർഷിപ്പ് ചെയ്ത് ഇവിടെ മുംബൈയിൽ കൊണ്ടുവന്നതെന്നുള്ളതാണ്. ബുള്ളക്കൊക്കെ തായ്ലൻഡിലുള്ള സമയത്ത് നമ്മുടെ ഗോ ടു ഓപ്ഷനായിരുന്നു. ഇപ്പം കൊച്ചിയിലെ ലുലു മോളിലൊക്കെ അവൈലബിൾ ആണത്. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ആണെങ്കിലും കുറേ നോർമൽ ഇവിടുത്തെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. ഈവൻ സ്നാക്സും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ തായ്ലൻഡിലായിരുന്നപ്പോൾ നമ്മൾ പ്രോൺസ് ഫ്ലേവേർഡൊക്കെ കഴിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലത്തെയുള്ള കൊറിയൻ സ്കിൻ കെയറും അങ്ങനെ ചെറിയ സാഷി സാമ്പിൾ പാക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ കണ്ടില്ല. ഇതൊരു വളരെ ചെറിയൊരു ഔട്ട്ലെറ്റ് ആയിരുന്നു 7-Elevenൻ്റെ. ഇതല്ലാണ്ട് മുംബൈയിൽ വേറെ കുറേ ഔട്ട്ലെറ്റ്സ് ഉള്ളതായിട്ടാണ് മാപ്പിൽ കണ്ടത്. അങ്ങനെ ചെറിയ കീ ചെയിൻസും അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ഒരു ഏരിയ ആയിരുന്നു. പിന്നെ ബിസ്ക്കറ്റ് സെക്ഷനൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബിസ്ക്കറ്റ്സും വേഫേഴ്സൊക്കെ നമ്മുടെ ഇവിടുത്തെ യൂഷ്വൽ ബ്രിട്ടാനിയ, പാർലെ അങ്ങനത്തെ ബ്രാൻഡ്സിൻ്റെ ഒക്കെ തന്നെയാണ് കണ്ടത് അധികം. നൂഡിൽസും റാമനൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം അധികം ഈ ഹൈപ്പർ മാർക്കറ്റ്സിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് അധികവും. പിന്നെ ചോക്ലേറ്റ്സ് ആണെങ്കിലും ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒക്കെ തന്നെയാണ്. പിന്നെ അവിടെ അബ്രോഡൊക്കെ കൂടുതലും 7-Eleven ഓപ്ഷൻസ് അവർ എടുക്കുന്നത് ഇതുപോലെ റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടാണ്. അതിന് വെജ് കൗണ്ടേഴ്സും നോൺ വെജ് കൗണ്ടേഴ്സും ഉണ്ട്. ഇത് ക്യാൻഡിയുടെ ഒരു എന്താ പറയുക ജ്യൂസി ഡ്രോപ്പ് ഓഫ് എന്ന് പറഞ്ഞ സാധനമായിരുന്നു. അതിൽ ഹാർഡ് ക്യാൻഡി ഉണ്ട്, അതിൻ്റെ ഒരു ലിക്വിഡ് ഫോമും ഉണ്ട്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ അവൈലബിളാണ്. പിന്നെ ഇതുപോലെ കുറേ കോംബോസ് ഉണ്ട്. നമ്മളവിടെ നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നത് ആ കോംബോസാണ് കേട്ടോ. അതും വെജ് ആൻഡ് നോൺ വെജ് കോംബോസ് അവൈലബിളാണ്. പിന്നെ ഇങ്ങനെ കുറേ ബേവറേജ് സെക്ഷൻസ് ഒക്കെ ഉണ്ട്. ക്വൈറ്റ് എക്സ്പെൻസീവ്. അത് കാരണം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒബ്വിയസ്ലി എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. ഇതിങ്ങനെ കൊറിയൻ ചിൽഡ് ഡ്രിങ്കാണ്. അത് പീച്ച് ഫ്ലേവേർഡും വേറെ ഫ്ലേവേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സ്ലീപ്പി ഔളിൻ്റെ കോൾഡ് കോഫി. പിന്നെ ദിസ് വാസ് ക്യൂട്ട് ഓപ്ഷൻ, സൂപ്പർ സോർ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ട്വിസ്റ്റ് ആൻഡ് ഷേക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ അവിടെ സ്ക്രീനിൽ ഓൾറെഡി ഓഫേഴ്സും അപ്കമിങ് ഓഫേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഹോട്ട് ഡോഗ് ഓർഡർ ചെയ്തു. ഒന്നുകൂടെ കുടിച്ച് എന്നിട്ട് അതേ എക്സ്പ്രഷൻ ഉണ്ട് പ്ലീസ്. मैं डालूंगी, ट्राई करना. अच्छा है, കഷ്ടപ്പെട്ട് ഇറങ്ങണം. അത് കോൾഡ് ചോക്ലേറ്റ്. ചിറ്റൊക്കെ തേതന ഇപ്പൊ പറയൂടാ, കറക്റ്റ് ആയിട്ട് റിവ്യൂ ഇപ്പൊ വരൂ.
സ്ട്രോബെറി ഫ്ലേവർ അല്ലേ? എങ്ങനെയുണ്ട്? എന്ത് ഫ്ലേവറാ? ഇന്ത്യൻ ഫ്ലേവർ ആണോ? മല്ലിയിലൊക്കെ ഇട്ടുണ്ടെന്ന് തോന്നുന്നു. തക്കാളി, ഇന്ത്യൻ സ്പൈസസ്, മല്ലിയില, ഇന്ത്യൻ കറി. ഞാൻ ഓർഡർ ചെയ്തത് കോൾഡ് ചോക്ലേറ്റ് ആയിരുന്നു. അത് സൂപ്പറായിട്ടുണ്ട്. നാട്ടിലൊരു കഫേ ഉണ്ട്, അവിടെ നിന്ന് കുടിക്കുന്ന അതേ ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഹോട്ട് ഡോഗും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മാച്ച പൊതുവെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ. പക്ഷേ ഇതുണ്ട് ഇവിടെ. പക്ഷേ വളരെ ചെറിയ സ്റ്റോറാണ് കേട്ടോ 7-Eleven. ബൈ.